നമ്മുടെ ആദ്യത്തെ പെയ്ഡ് ബാച്ച് LDC Ultra 2027. കഴിഞ്ഞ ദിവസം നമ്മുടെ LDC ബാച്ച് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ യൂട്യൂബിലും ടെലിഗ്രാമിലും ഒക്കെ കമന്റായി വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ക്രിക്ടേൺ LPUP ബാച്ച് തുടങ്ങുന്നുണ്ടോ എന്ന്. അപ്പൊ നിങ്ങളുടെയൊക്കെ ആ ചോദ്യങ്ങളും സംശയങ്ങളും ഇന്നിവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ആരംഭിക്കുന്നു നിങ്ങളെ അധ്യാപകരാക്കാൻ പോകുന്ന ക്രിക്ടേണിന്റെ പുതിയ LPUP ബാച്ച്, LPUP പ്രൈം 27. ഈ ബാച്ച് എങ്ങനെയാണ്, ആരൊക്കെയാണ് ഇതിലെ അധ്യാപകർ, നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്താണ്, നമ്മുടെ റിവിഷൻ പ്ലാൻ എന്താണ്, ഏതൊക്കെയാണ് ഈ ബാച്ചിലെ എക്സാമുകൾ, ഇങ്ങനെ നിരവധി സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഈ ബാച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉണ്ട്. അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. കൃത്യം 10 മാസം കൊണ്ട് എന്താണോ LPUPയുടെ സിലബസ് അത് ഏറ്റവും വൃത്തിയായി ഈ ബാച്ചിലൂടെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം പിന്നെയുള്ള 2 മാസം തീവ്രമായ റിവിഷൻ. അങ്ങനെ കൃത്യം 1 വർഷം കൊണ്ട് LPUP പരീക്ഷയ്ക്ക് നിങ്ങളെ സജ്ജരാക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ തോന്നാം, LPUPയുടെ പരീക്ഷ ലേറ്റ് ആയാൽ നമുക്ക് ഈ ക്ലാസ്സുകൾ എന്ന് വരെ കാണാനായിട്ട് പറ്റും. എന്നാണോ നിങ്ങളുടെ LPUP എക്സാമുകൾ കംപ്ലീറ്റ് ആയി തീരുക അന്ന് വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെയും നിങ്ങളുടെ മൈൻഡിൽ തോന്നാം, ക്ലാസ്സും റിവിഷനും 1 വർഷം കൊണ്ട് കഴിഞ്ഞതിന് ശേഷം പരീക്ഷ വരെ പിന്നെ ഈ ബാച്ചിലൊന്നും വരൂല്ലേ? അങ്ങനെയല്ല, കൃത്യമായും ക്ലാസ്സും റിവിഷനും തീർന്നതിനു ശേഷം പരീക്ഷയുടെ അന്ന് വരെ നിങ്ങളെ സജീവമായി നിലനിർത്താൻ വേണ്ടിയിട്ട് വീണ്ടും എക്സാമുകൾ ഉണ്ടാവും, വീണ്ടും റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. അങ്ങനെ ഏറ്റവും വൃത്തിയായി LPUP പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോകും. ഇതാണ് ഈ ബാച്ചിലെ നമ്മുടെ പ്ലാൻ. കഴിഞ്ഞ LPUPയുടെ സിലബസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സൈക്കോളജി 20 മാർക്കിനുണ്ട്, മാത്സ് 15 മാർക്കിനുണ്ട്, ഇംഗ്ലീഷ് മലയാളം 10 മാർക്കിനുണ്ട്. അപ്പൊ തന്നെ 100-ൽ 55 മാർക്കായി. ഇനി സയൻസ് ഭാഗങ്ങൾ നോക്കിയാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിന്റെ ടോപ്പിക്കുകൾ നോക്കുമ്പോൾ തന്നെ 20 മാർക്കിനുണ്ട്. ഇനി ഓരോ വിഷയങ്ങളുടെയും, ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് 2 വെച്ച് 6 മാർക്കിന്. അപ്പൊ സയൻസ് തന്നെ 26 മാർക്കിനായി. ഇനി ഹിസ്റ്ററി മൊത്തം 10 മാർക്കിനാണ് വരിക. ഇനി ആ ഹിസ്റ്ററി റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് 2 മാർക്കിന് എക്സ്ട്രാ ഉണ്ട്. അപ്പൊ മൊത്തം ഹിസ്റ്ററിയും അതിന്റെ കറണ്ട് അഫയേഴ്സും കൂടെ ചേർത്ത് 12 മാർക്കിനായി. ഇത്ര ആവുമ്പോ തന്നെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും, 100-ൽ 93 മാർക്കിന്റെ സാധനങ്ങളായി. അപ്പൊ നമ്മൾ ക്ലാസ് തരുമ്പോൾ ഈ സബ്ജക്റ്റുകൾ കൂടുതൽ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും വേഗത്തിൽ ഈ സബ്ജക്റ്റുകൾ തീർക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുക. ഇനി സിലബസിൽ ബാക്കി നിൽക്കുന്നത് ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ സയൻസ്. ഈ 4 വിഷയങ്ങൾ 5 മാർക്കിനും അതിന്റെ കറണ്ട് അഫയേഴ്സ് 2 മാർക്കിനും. അങ്ങനെ മൊത്തം ഈ 4 വിഷയങ്ങളും അതിന്റെ കറണ്ട് അഫയേഴ്സും കൂടെ 7 മാർക്കിനാണ്. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം വളരെ ക്രിസ്പായി നിങ്ങളെ പഠിപ്പിച്ചു തീർക്കുന്നു. ഇനി ഈ ബാച്ചിലെ അധ്യാപകർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സൈക്കോളജി ഈ ബാച്ചിൽ പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്നത് നിതിൻ സാർ ആയിരിക്കും. നിതിൻ സാറിലൂടെ സൈക്കോളജിയിലെ മുഴുവൻ മാർക്കും നിങ്ങൾ നേടിയിരിക്കും. ഞാനും വിഷ്ണു സാറും കൂടെ ആയിരിക്കും ഈ ബാച്ചിൽ മാത്സ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഈ ബാച്ചിൽ ഇംഗ്ലീഷ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് അഞ്ജലി മിസ്സും സാവിയോണ മിസ്സും കൂടെയാണ്. പിന്നെ മലയാളം പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വിഷ്ണു പ്രസാദ് സാറായിരിക്കും. ക്രിക്ടേണിന്റെ സയൻസിന്റെ ടീം നിങ്ങൾക്ക് അറിയാം. ഫിസിക്സിന് ശ്രീരാജ് സാറും, കെമിസ്ട്രിക്ക് ദീപിക മിസ്സും, ബയോളജിക്ക് ദിലീപ് സാറും. ഈ 3 പേരിലൂടെ സയൻസ് ഇവിടെ സെറ്റാണ്. അരുൺദ സാറ്, അനസ് സാറ്, രേസ് സാറ്, ഇവർ 3 പേരുമാണ് നമ്മളുടെ ഹിസ്റ്ററിയുടെ അധ്യാപകർ. അതേപോലെ തന്നെ എക്കണോമിക്സ് കൈകാര്യം ചെയ്യുന്നത് ഈ അരുൺദ സാർ തന്നെയായിരിക്കും. കറണ്ട് അഫയേഴ്സ് കൈകാര്യം ചെയ്യാനായി പ്രമോദ് സാറ് വരുന്നു. ജോഗ്രഫിക്ക് എബിൻ സാറ് വരുന്നു. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനും സോഷ്യൽ സയൻസും ഈ ബാച്ചിൽ കൈകാര്യം ചെയ്യുന്നത് അനന്തു സാറായി. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ എല്ലാ ദിവസവും 1 മണിക്കൂർ വീതം ദൈർഘ്യമുള്ള 3 ക്ലാസ്സുകൾ വീതമാണ് ഈ ബാച്ചിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണി, ശേഷം 3 മണി, വൈകുന്നേരം 9 മണി. അപ്പം നമ്മുടെ പ്ലാനിനെ കുറിച്ച് പറഞ്ഞു, അധ്യാപകരെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മുടെ എക്സാം. ക്രിക്ടേൺ ഏത് കോഴ്സ് ഡിസൈൻ ചെയ്താലും നമ്മുടെ എക്സാമുകൾക്ക് അത്രത്തോളം പ്രാധാന്യം നമ്മൾ കൊടുക്കും. കാര്യം നമ്മൾ പഠിക്കുന്നത് ഒരു മത്സര പരീക്ഷയ്ക്കാണ്. അപ്പൊ എത്രത്തോളം എക്സാം എഴുതുന്നോ അത്രത്തോളം നിങ്ങൾ പരീക്ഷയ്ക്ക് സജ്ജരായിക്കൊണ്ടേയിരിക്കും. അപ്പോ ഈ ബാച്ചിലും എക്സാമിന്റെ ഒരു കലവറ തന്നെ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. വീക്ക്ലി റിവിഷൻ എക്സാം. ഒരാഴ്ചയിൽ നിങ്ങൾ എന്തു പഠിച്ചോ അത് മുഴുവൻ ഏറ്റവും വൃത്തിയായി റിവിഷൻ ചെയ്യാനായിട്ട് ആ പഠിച്ച ക്ലാസ്സുകളെ ബേസ് ചെയ്തിട്ടുള്ള
വീക്ക്ലി റിവിഷൻ എക്സാം എല്ലാ ആഴ്ചയിലും നമ്മൾ നടത്തും. പിന്നെ നമ്മുടെ മോഡൽ എക്സാം. എങ്ങനെയാണോ ഒരു LPUP എക്സാം നടക്കുക അതേപോലെ അതേ മാർക്ക് ഡിവിഷൻ ഒക്കെ വെച്ച് അതേ പാറ്റേണിൽ എല്ലാ ആഴ്ചയിലും നമ്മൾ മോഡൽ എക്സാം നടത്തിയിരിക്കും. നിർബന്ധമായും നിങ്ങൾ അത് എഴുതണം. ഓരോ മോഡൽ എക്സാമുകൾ കഴിയുമ്പോൾ ഈ ബാച്ചിൽ നിങ്ങളുടെ റാങ്ക് അറിയാൻ പറ്റും, മാർക്ക് അറിയാൻ പറ്റും, എത്ര നെഗറ്റീവുകൾ വന്നിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായും നിങ്ങളെ അനലൈസ് ചെയ്യാൻ പറ്റും. ഓരോ മോഡൽ എക്സാമുകൾ കഴിയുമ്പോൾ അതിലെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ വിഷയങ്ങളുടെ സൊല്യൂഷൻസ് ഒക്കെ വീഡിയോ ആയിട്ടും ഈ ബാച്ചിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തരും. LPUPയുടെ സിലബസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനും മുൻവർഷ ചോദ്യങ്ങൾ കുറച്ചും കൂടെ കാര്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് PYQ എക്സാമുകൾ ഉണ്ടാവും. അതായത് ഒരു 2016 മുതൽ ഇതുവരെ നോക്കുമ്പോൾ ഏകദേശം പല കാറ്റഗറി ആയിട്ട് 14-15ഓളം PYQs LPUP എക്സാമിന് മാത്രമായിട്ടുണ്ട്. അത് നിങ്ങളെ കൊണ്ട് നിർബന്ധമായും നമ്മൾ എഴുതിപ്പിക്കും. ഓരോ PYQ കഴിഞ്ഞതിന് ശേഷവും അതിന്റെ ചോദ്യങ്ങളും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും നിങ്ങൾക്ക് തരും. അത് വൃത്തിയായി നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നു. ഇത് കൂടാതെ ഓരോ അധ്യാപകരും ഓരോ ടോപ്പിക്കുകൾ തീർക്കുമ്പോൾ അതിന്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് ടെസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സാറ് പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും വൃത്തിയായി പഠിച്ച് ടോപ്പിക് ടെസ്റ്റും കൂടെ എഴുതുമ്പോൾ ഓരോ ടോപ്പിക്കുകൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞുകൊണ്ടേയിരിക്കും. തീർന്നിട്ടില്ല നമ്മളുടെ എക്സാമുകൾ. നമ്മൾ LPUPയുടെ ഫുൾ സിലബസിനെ നമ്മൾ എടുക്കുന്ന ഒരു ഓർഡറിൽ 10 മൊഡ്യൂളുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഓരോ മൊഡ്യൂളുകൾ നമ്മൾ തീർത്തു എന്ന് ഉറപ്പുവരുത്തുമ്പോൾ മൊഡ്യൂൾ എക്സാമുകളും കൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിങ്ങൾ ഈ ബാച്ചിൽ എന്തൊക്കെ പഠിച്ചോ, ഇതുവരെ നിങ്ങൾ എന്ത് ടോപ്പിക്കുകൾ കവർ ചെയ്തോ, ഓരോ മൊഡ്യൂൾ എക്സാം കഴിയുമ്പോൾ അത് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ തറവാക്കി റിവിഷൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഡെയിലി നോക്കാനായിട്ട് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇട്ടു തരും. ആ കറണ്ട് അഫയേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള മന്ത്ലി എക്സാമും ഈ ബാച്ചിൽ ഉണ്ടാവും. SCRT എക്സാമുകൾ നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരു LPUP എക്സാമിന് SCRT എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ഓരോ അധ്യാപകരും അവരവരുടെ ടോപ്പിക്കുകൾ പഠിപ്പിക്കുമ്പോൾ ആ ടോപ്പിക്കിൽ നിന്നുള്ള SCRT കണ്ടന്റുകളും കൂടെ നിർബന്ധമായും ഉൾപ്പെടുത്തിയിട്ടായിരിക്കും മുന്നോട്ട് പോവുക. അപ്പോൾ ഒരു 3-4 മാസം കഴിയുമ്പോൾ ഒരുവിധം തീർത്ത ടോപ്പിക്കുകളുടെ ഒക്കെ SCRT കണ്ടന്റുകളും കൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ബാച്ച് തുടങ്ങി ഒരു 4 മാസങ്ങൾക്കു ശേഷം നിങ്ങൾ തീർത്ത ടോപ്പിക്കിന്റെ SCRTയിലുള്ളത് മാത്രം ഒരു PDF പോലെ പുസ്തകത്തിന്റെ ഭാഗം നിങ്ങൾക്ക് തരുന്നു. അതൊന്ന് നോക്കി വായിച്ച് നല്ലവണ്ണം ഒന്ന് പഠിച്ചിട്ട് വരാനായിട്ട് പറയുന്നു. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് SCRT എക്സാമും കൂടെ നടത്തും. അപ്പോ ഈ ഒരു യാത്രയില് ഈ ബാച്ച് തീരാറാവുമ്പോഴത്തേക്കിന് നമുക്ക് ആവശ്യമുള്ള SCRTയും കൂടെ ക്ലാസ്സിൽ കിട്ടുന്നതിലുപരി പ്രത്യേകം നമ്മൾ പഠിച്ചു മാറിയിട്ടുണ്ടാവും. ഇത് കൂടാതെ സൈക്കോളജിക്ക് മാത്രം സ്പെഷ്യൽ റിവിഷൻ എക്സാമും ഉണ്ടാവും. നിങ്ങൾക്കറിയാം LPUPക്ക് സൈക്കോളജി അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സൈക്കോളജി സാറ് പഠിപ്പിച്ച് തീർക്കുന്നതിനനുസരിച്ച് നിങ്ങൾ എത്രത്തോളം കവറപ്പായി, എത്രത്തോളം നന്നായി ഇത് പഠിച്ചു മാറി എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ റിവിഷൻ എക്സാമും കൂടെ സൈക്കോളജിക്ക് ഉണ്ടാവും. കൃത്യമായി ക്ലാസ്സുകളെല്ലാം കണ്ട് വൃത്തിയായി പഠിച്ച് തരുന്ന എക്സാമുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയാൽ തന്നെ LPUP നിങ്ങളുടെ കയ്യിലാണ്. ഇനി ഒരു 3 കാര്യം കൂടെ. ഒന്ന്, പ്രിന്റബിൾ നോട്ട്സ്. ഓരോ അധ്യാപകരും ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്കറിയാം അതിന്റെ നോട്ട് നിങ്ങൾക്ക് കിട്ടാറുണ്ട്. അനോട്ട് ചെയ്ത PDF ഉണ്ട്, അനോട്ട് ചെയ്യാത്ത PDF നിങ്ങൾക്ക് കിട്ടും. ഇത് കൂടാതെയാണ് ഞാൻ പറയുന്നത്, വൺസ് ഒരു അധ്യാപകൻ ഒരു സ്പെസിഫിക് ടോപ്പിക്ക് തീർക്കുന്ന അന്നോ അതിന്റെ തൊട്ടു പിറ്റേ ദിവസമോ നിങ്ങളെ അധ്യാപകൻ എന്ത് പഠിപ്പിച്ചോ അത് മുഴുവൻ പ്രിന്റ് എടുക്കാൻ പറ്റുന്ന പ്രിന്റബിൾ നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആറ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്, ആ ടോപ്പിക്ക് ഒരു 3-4 ക്ലാസ്സുകൾ കൊണ്ടാണ് തീർത്തത് എന്നിരിക്കട്ടെ. 4ാമത്തെ ക്ലാസ്സിൽ ടീച്ചർ പറയാണ് ഈ ടോപ്പിക് ഇവിടെ പൂർണ്ണമായി എന്ന് പറയുമ്പോൾ ടീച്ചർ എന്ത് പഠിപ്പിച്ചോ അത് മുഴുവൻ നിങ്ങൾക്കൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പ്രിന്റ് എടുക്കാവുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. 2, നമ്മുടെ മെന്റർഷിപ്പ് സപ്പോർട്ട്. ഈ ബാച്ചിൽ ഉടനീളം നിങ്ങളോടൊപ്പം നടക്കാൻ ടീച്ചിങ് എക്സാമുകളെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരു മെന്ററും ഉണ്ടാവും. ഈ ബാച്ച് തുടങ്ങുമ്പോൾ നമ്മൾ നിങ്ങളെ ഒരു ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കും. ആ ടെലിഗ്രാം ചാനലിലൂടെ നമ്മൾ ഈ ബാച്ചിൽ എന്ത് തരുന്നോ അത് കൃത്യമായും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു പരീക്ഷ നടത്താനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഇതിന്റെ നോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലെ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ഇന്നതാണ്, ഇതൊക്കെ കൃത്യമായും
ആ ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ ടെലിഗ്രാം ചാനൽ പൂർണ്ണമായും ഈ മെന്റർ ആയിരിക്കും നിയന്ത്രിക്കുന്നത്. ഈ മെന്ററോട് നിങ്ങൾക്ക് നിങ്ങളുടെ ജനറിക്കായ ഡൗട്ടുകൾ ചോദിക്കാം, ബാച്ചിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാം. അപ്പൊ ഈ ഒരു യാത്രയിലുടനീളം ഈ മെന്ററും നിങ്ങളോടൊപ്പം ഉണ്ടാവും. 3, ഈ ബാച്ച് തുടങ്ങി നിങ്ങളുടെ പരീക്ഷ ആവുന്നിടം വരെ എല്ലാ മാസവും നിങ്ങളെ സജീവമായി നിലനിർത്താൻ വേണ്ടി മോട്ടിവേഷൻ ക്ലാസ്സുകളും ഉണ്ടാവും. ഒന്നുകിൽ പുറത്തു നിന്നുള്ള ആളുകൾ വന്ന് ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ നിങ്ങളോട് സംസാരിക്കും, അല്ലെങ്കിൽ LPUP നേടിയ അധ്യാപകർ നിങ്ങളോട് വന്ന് സംസാരിക്കും. ഇനി അതും അല്ലെങ്കിൽ നമ്മളുടെ ട്രിക്ടേണിന്റെ അധ്യാപകരെല്ലാം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഈ ബാച്ച് മുന്നോട്ട് പോകുന്തോറും നിങ്ങൾക്ക് പല രീതിയിലുള്ള കൺസേണുകൾ ഉണ്ടാവാം. ചിലപ്പോഴൊക്കെ കുറേയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഡൗൺ ആവാം. ഇതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടുതൽ നിങ്ങളെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ മോട്ടിവേഷണൽ ക്ലാസ്സുകൾ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ ഡേറ്റ് മറന്നു പോകണ്ട. ഈ വരുന്ന ജൂൺ 3-ാം തീയതി മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. വളരെ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമാണ് ഈ ബാച്ചിലുള്ളത്. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പൊ തന്നെ ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നമ്മുടെ ആദ്യത്തെ LPUP ബാച്ചാണ്. ഇനി നമ്മളൊരു LPUP ബാച്ച് തുടങ്ങുന്നത് ഒരു പക്ഷേ നോട്ടിഫിക്കേഷനോടൊക്കെ അടുപ്പിച്ചായിരിക്കും. അപ്പോ ഈ ബാച്ചിൽ പഠിച്ചു വരുന്നവര് നോട്ടിഫിക്കേഷൻ ആവുമ്പോഴത്തേക്കിന് അന്ന് തുടങ്ങാനിരിക്കുന്നവനേക്കാളും ബഹുദൂരം മുന്നിലായിരിക്കും. എപ്പോഴും പറയുന്നത് പോലെ ഒരിക്കൽ കൂടി പറയുന്നു, ഒരു അവകാശവാദവും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനില്ല. ഞാൻ ഈ പറഞ്ഞ ക്ലാസ്സുകളും ഈ പറഞ്ഞ പ്ലാനും ഈ പറഞ്ഞ എക്സാമുകളും ഒക്കെ സമയബന്ധിതമായി തീർത്തു തരും എന്നൊരുറപ്പ് മാത്രം നൽകും. അടുത്ത LPUP എക്സാമുകളുടെ റിസൾട്ട് വരുമ്പോൾ ട്രിക്ടേണിൽ നിന്ന് ഒരുപാട് റാങ്കുകൾ ഉണ്ടാവട്ടെ. ഒരുപാട് മികച്ച അധ്യാപകർ ട്രിക്ടേണിലൂടെ ഈ ബാച്ചിലൂടെ സർക്കാർ സ്കൂളുകളിലേക്ക് നടന്നു കയറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.